കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് അവിൽ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് അധികം ഓയിലോ നെയ്യോ ഒന്നും ചേർക്കാതെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന മൂന്നേ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് എടുക്കുന്ന ഒരു അടിപൊളി ഹൽവയുടെ റെസിപ്പിയാണ്. നമ്മുടെ അവൽ ഹൽവയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് കിടന്നാലോ. ഇന്ന് നമ്മൾ അവൽ വെച്ചിട്ട് നല്ലൊരു സ്വീറ്റ് തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരപ്പാത്രം, ഇതുപോലെയുള്ളൊരു പാത്രത്തിൽ ഞാനൊരു അരപ്പാത്രം അവൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് പാത്രം കൊണ്ടാണോ എടുക്കണേ ആ പാത്രത്തിൽ തന്നെ മറ്റുള്ള ചേരുവകളും കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലുള്ള അവൽ ഒന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ അവൽ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ അവൽ ഏകദേശം റെഡിയായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 4-5 ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ അവൽ റെഡിയായി വന്നിട്ടുണ്ട്. കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കണില്ലേ, ഇതാണ് നമ്മുടെ അവലിൻ്റെ പാകം. ഇപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതൊന്ന് നല്ലപോലെ പൊടിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ അവലൊക്കെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അവൽ ഏകദേശം 2 കപ്പായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു 5 കപ്പ് നാളികേരം നമ്മുടെ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2 പ്രാവശ്യമായിട്ട് ഇത് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. തൈടിൻ്റെ ഇല്ലേ. ഇപ്പം നമ്മുടെ അവൽ നല്ല പോലെ നൈസായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു സെറ്റും കൂടി നമുക്കിതുപോലെ പൊടിച്ചെടുക്കാനുണ്ട് അവൽ തന്നെ. അടുത്ത സെറ്റ് അവലും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവൽ ഏകദേശം 2 കപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊടിച്ചപ്പോൾ വളരെ കുറച്ചായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനിവിടെ 5 കപ്പ് നാളികേരം ചിരവിയത് നല്ല പോലെ മിക്സിയിലടിച്ച് 4 കപ്പ് വീതം വെള്ളം ചേർത്ത് 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തതാണ്. ഇത് നമ്മൾ ഈ അവലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മൊത്തത്തിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അല്പം അളവ് കൂടിയെന്ന് വിചാരിച്ചിട്ടൊന്നും കുഴപ്പമില്ല. അവലതെല്ലാം കുതിർന്ന് വരുമ്പോഴേക്കും നമുക്കിതൊക്കെ ആവശ്യമുണ്ടാവും. അപ്പം നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒരു 3 കപ്പ് ശർക്കരപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം നമുക്ക്. നമ്മുടെ ശർക്കര നല്ലപോലെ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. പിന്നെ ഈ ശർക്കര അരിക്കേണ്ട ആവശ്യമില്ല. ഇത് പൊടി ശർക്കര ആയതുകൊണ്ട് ഇതിൽ കല്ലൊന്നുമില്ല. നല്ല ക്ലീനായിട്ടുള്ള ശർക്കരയാണ് കേട്ടോ. ഇതിൽ ഈ ഫ്രിഡ്ജിൽ വെച്ചിരുന്നുകൊണ്ട് ചെറിയ കട്ട പോലെയൊക്കെ ഉണ്ട് ഇതിൽ. അത് തന്നെ അങ്ങനെ അലിഞ്ഞോളും. അവൽ ഉണ്ടോ ഭയങ്കര കട്ടിയായിട്ടുള്ളൊരു മാവായിട്ട് വന്നിരിക്കുകയാണ്. ഇതിങ്ങനെ കുതിർന്ന് ഇവിടെ ഇരുന്നോട്ടെ കേട്ടോ. ശർക്കര നന്നായി തിളയ്ക്കുമ്പോൾ നമ്മളിനി ഇതിലേക്ക് അത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ശർക്കര നല്ലവണ്ണം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് നമ്മുടെ അവൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ല പോലെ ഇളക്കി നമുക്ക് കുറുതാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നുള്ളുപ്പ് കേട്ടോ. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇത് നല്ല തിക്ക് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തിക്ക് ബാറ്ററായിട്ട് ഇത് വന്നിട്ടുണ്ട്. നല്ല പോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് നേരം ഒന്നും ഇളക്കണ്ട കേട്ടോ. ഇത് തിളയ്ക്കും തോറും ഇത് കുറുകി ഇങ്ങനെ വരും. ഇതിലാവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളൊരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ബാറ്റർ ഒന്നും കൂടെ തിക്കാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കാതിരിക്കാനാണ്. അപ്പം നമ്മളിത് വരെ ഇതിലേക്ക് ഒന്നും ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ഈ ബാറ്റർ ഒന്നും കൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 10 മിനിറ്റ് നേരം കൂടിയും ഇളക്കി കഴിഞ്ഞാൽ നമുക്കിത് അടിപൊളിയാക്കിയിട്ടുള്ള ഒരു സ്വീറ്റായിട്ട് കിട്ടും. അപ്പം നമ്മുടെ അവലിൻ്റെ സംഭവം
സൈഡുകളിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാലും മതി കേട്ടോ, അടിയൊന്നും പിടിക്കണമൊന്നുമില്ല. തേങ്ങാപ്പാലായതുകൊണ്ട്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ തീരെ അടി പിടിക്കില്ല. സാധാരണ ചീഞ്ചട്ടിയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചൊക്കെ അടി പിടിക്കും. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ അവൽ സ്വീറ്റ് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് മാത്രം ഈ ഒരു മൗൾഡിൽ ഒഴിച്ച് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് പാനിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഗ്രീസ് ചെയ്തിട്ടുള്ള മൗൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ അവലുണ്ടുള്ള സ്വീറ്റ് നമ്മൾ 2-3 പാത്രങ്ങളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ദേ ഇവിടെ ചെറുതാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ പാത്രം ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല, അതിൻ്റെ പകുതിയിൽ മാത്രമായിട്ടാണ് നിർത്തിയിരിക്കണത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അവലാണ് എടുത്തിരിക്കണത് കേട്ടോ. നിങ്ങൾ 1 കപ്പാണെങ്കിൽ വേഗം ഉണ്ടാക്കിയും കഴിയും. അതുപോലെ നമുക്ക് ഇത്രയും കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിലേക്കുള്ള ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് എന്തായാലും കിട്ടും. അടിപൊളി സ്വീറ്റാണ്. ഇതൊന്ന് തണുക്കട്ടെ, റൂം ടെമ്പറേച്ചർ ആകുമ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ അവൽ സ്വീറ്റ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയപ്പോൾ ഞാനത് ഡീമോൾഡ് ചെയ്തു. നല്ല ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു ഉഗ്രം വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം. ഓക്കേ.